മാധ്യമങ്ങളെ കാണുന്നു തത്സമയ ദൃശ്യത്തിൽ. ഉപയോഗിച്ചുകൊണ്ടാണ് റൂസ മോഡൽ കോളേജുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അനുവദിക്കപ്പെട്ട കോഴ്സുകളിലേക്ക് 110 വിദ്യാർത്ഥികളെ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. ആവശ്യമായ വേക്കൻസികളിലേക്ക്, അതിലേക്ക് ആവശ്യമായിട്ടുള്ള പോസ്റ്റുകളിലേക്ക് അധ്യാപകരുടെയും ജീവനക്കാരുടെയും നിയമനം ഇതിനകം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഉടനെ അധ്യയനം ആരംഭിക്കണം. അതിൽ 3 കോഴ്സുകൾ പുതുതലമുറ കോഴ്സുകളാണ്, 2 ഭാഷാ കോഴ്സുകളാണ്. ആ കോഴ്സുകളുടെ ഔപചാരികമായ ഉദ്ഘാടനവും അക്കാദമികമായ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവുമാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. ഒരു തവണ പ്രധാനമന്ത്രി തറക്കല്ലിട്ട കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കാനോ മുന്നോട്ട് കൊണ്ടുപോകാനോ കേസിന്റെ കാരണം കൊണ്ട് നമുക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ പുതുതായി കണ്ടെത്തിയ ഭൂമിയിൽ നിർമ്മാണത്തിന് തയ്യാറാവുമ്പോൾ, അതായത് ടെൻഡറിംഗ് ഒക്കെ കഴിഞ്ഞ ഏതെങ്കിലും ഒരു ഏജൻസി അത് ഏറ്റെടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ സാധിക്കൂ. ആ സന്ദർഭത്തിൽ അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം വേറെ ഉണ്ടാകും. റൂസ മോഡൽ കോളേജിന്റെ അക്കാദമിക് പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനമാണ് ഇപ്പോൾ ഇവിടെ നടത്തിയത്. അതിലേക്ക് കോഴ്സ് അനുവദിച്ചതും ജീവനക്കാരെ അനുവദിച്ചതും ഇനി അങ്ങോട്ട് ഈ അക്കാദമിക് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ചെലവുകളും നിർവഹിക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റ് തന്നെയാണ്. CPI നേതാക്കളുമായി ബന്ധപ്പെട്ട ഒരു കത്ത് വിവാദം വലിയ ചർച്ചയാവുന്നുണ്ടല്ലോ. അതിൽ ഗുരുതരമായ ചില ആരോപണങ്ങൾ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് വരുന്നത്. സാമ്പത്തിക ആരോപണം പോലുള്ള വിഷയങ്ങളുമുണ്ട്. അപ്പോൾ ശരിക്കും ഇതിലൊരു അന്വേഷണം ആവശ്യമല്ലേ ഈ ഒരു ഘട്ടം? അത്തരം കാര്യങ്ങളൊക്കെ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ആളുകളോട് ചോദിക്കുകയും നല്ലത്. ഈ കാര്യങ്ങളെ പറ്റി, അതിനെപ്പറ്റി എന്തെങ്കിലും അറിയുന്നവരോടല്ലേ അത് ചോദിക്കേണ്ടത്. എന്താണ് കത്തിലുള്ളത് എന്ന് പാർട്ടിക്ക് ആരെങ്കിലും കൊടുത്ത ഒരു കത്തിനെ സംബന്ധിച്ച് എല്ലാ വിശദാംശങ്ങളും മനസ്സിലാക്കാവുന്ന നിലയിലേക്ക് ഞാൻ പാർട്ടിയിൽ ഉയർന്നിട്ടില്ല. സംസ്ഥാന കമ്മിറ്റി അംഗം മാത്രമാണ്. പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരാളോട് ഈ കത്തിനെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയില്ല. അത് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളോടോ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദ മാഷോടോ അതല്ലെങ്കിൽ പാർട്ടി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് MA ബേബിയോടോ ഒക്കെ ചോദിക്കാവും നല്ലത്. VC നിയമനം ഇപ്പോൾ സുപ്രീം കോടതി തീരുമാനിച്ച പ്രകാരം കോടതി ആവശ്യപ്പെട്ട അന്ന് തന്നെ 4 വളരെ എക്സ്പേർട്ടുകളായിട്ടുള്ള അക്കഡമീഷ്യൻസിന്റെ പേര് സംസ്ഥാന ഗവൺമെന്റ് നിർദ്ദേശിക്കുകയുണ്ടായി. ചാൻസലറുടെ ഭാഗത്തുനിന്നും അത്തരത്തിലുള്ള നിർദ്ദേശമുണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് സുപ്രീം കോടതി ഒരു സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നത് സംബന്ധിച്ച നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ, കോടതി വിധിയെ മുഴുവനായിട്ട് മനസ്സിലാക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടില്ല. ഞാനിപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് വിധി വന്നതായിട്ടുള്ള വാർത്ത കണ്ടത് മൊബൈലിൽ. കൂടുതൽ കാര്യങ്ങൾ അത് പരിശോധിച്ചിട്ട് അറിയിക്കാം. എന്തായാലും കോടതിയുടെ മേൽനോട്ടത്തിൽ പശ്ചിമ ബംഗാളിൽ ഉണ്ടായതുപോലെയുള്ള സെയിം വിധിയാണ് നമുക്കും ഉണ്ടായിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും സംസ്ഥാന സർക്കാരിനെ പാടെ അവഗണിച്ചു പോകുന്ന ഒരു നിലയല്ല സുപ്രീം കോടതി സ്വീകരിച്ചിട്ടുള്ളത്. സർക്കാർ സമർപ്പിച്ച പാനലിൽ നിന്നുള്ള പ്രാതിനിധ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കരുതുന്നു. ലോകമറിയുന്ന ഇന്റലക്ച്വൽസും അക്കഡമീഷ്യൻസും എഞ്ചിനീയറിംഗ് മേഖലയിൽ ഉൾപ്പെടെ വൈദഗ്ധ്യമുള്ളവരുമാണ് നമ്മുടെ പാനലിൽ ഉള്ളത്. കോളേജുമായി ബന്ധപ്പെട്ട ബിൽഡിംഗുള്ള സ്ഥലത്ത് ബഡ്സ് സ്കൂളിന്റെ ഒരു പ്രവർത്തിക്കുന്നുണ്ട്. അത് അപകടാവസ്ഥയിലാണ്. നമ്മൾ പലരും റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ അവിടുത്തെ പഞ്ചായത്ത് നടത്തുന്നതാണ് ഈ ബഡ്സ് സ്കൂൾ. പക്ഷേ പഞ്ചായത്ത് പറയുന്നത് റൂസ കോളേജ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറി ഇനി പൊളിച്ചു നീക്കണമെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ് നടപടി എടുക്കേണ്ടതാണ്. കുട്ടികളുടെ അത് പരിശോധിച്ച് മറുപടി പറയാം. അതായത് ആ പ്രശ്നം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ആ സ്ഥലം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലായിരുന്നു. പൊതുവിദ്യാഭ്യാസ മന്ത്രിയുമായി ഞാനും കേളു മിനിസ്റ്ററും നിരവധി പ്രാവശ്യം ചർച്ച ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ റൂസ മോഡൽ കോളേജ് പണിയുന്നതിനു വേണ്ടി 5 ഏക്കർ സ്ഥലം അനുവദിച്ചിട്ടുള്ളത്. ബഡ് സ്കൂളിന്റെ കാര്യം അവിടെ നമുക്ക്